സുമേഷ് മൊറാഴയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ പറന്ന സംഭവം ഗുരുതര സുരക്ഷാ ലംഘനമെന്ന് റിപ്പോർട്ട്. ADGP ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറും. കാലാവസ്ഥാ പ്രശ്നമെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ശുപാർശ ചെയ്യുന്നുണ്ട്. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, കോസ്റ്റ് ഗാർഡ് നൽകിയ വിശദീകരണം ഒന്നും തൃപ്തികരമല്ല എന്ന് പറയുമ്പോൾ ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനാണോ സാധ്യത കൂടുതൽ? അനുശ്രീ, തീർച്ചയായും അത്തരത്തിലാണ്. കാരണം ഈ ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് ADGPയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷനെ സംബന്ധിച്ച് റിപ്പോർട്ട് ADGP ശ്രീജിത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ ഗുരുതര വീഴ്ച ഉണ്ടായെന്നുള്ളത് കണ്ടെത്തുന്നത്. കാരണം സുരക്ഷാ ലംഘനമാണ്. കാരണം ശബരിമലയിലും അതുപോലെ തന്നെ നിലയ്ക്കലുമൊക്കെ തന്ത്രപ്രധാനമായ ഈ സുരക്ഷാ മേഖലയാണ്. അവിടെ ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ കാലാവസ്ഥ മോശം കൊണ്ടാണ് അവിടെ എത്തിയെന്നുള്ള വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇത്തരം ഒരു വിശദീകരണം നൽകിയ കോസ്റ്റ് ഗാർഡ് കാര്യങ്ങൾ അത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് വിവരങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ അത് എങ്ങനെ അവിടെ എത്തി എന്നുള്ള കാര്യം പറയുള്ളൂ. നിസ്സാരമായ രീതിയിലാണ് കോസ്റ്റ് ഗാർഡ് ഇത്ര ഒരു വിശദീകരണം നൽകിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശബരിമല ക്ഷേത്രത്തിന് മുകളിൽ കൊടിമരത്തിന് തൊട്ട് 5 അടി മുകളിലായി ഹെലികോപ്റ്റർ 3 പ്രാവശ്യം വട്ടമിട്ട് പറന്നാണ് ADGPയുടെ റിപ്പോർട്ടുള്ളത്. ഇതാണ് അവിടുത്തെ ജീവനക്കാർ ഈ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. അതാണ് വിവാദമായത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് ശബരിമലയിലെ ഈ ഹെലികോപ്റ്റർ എത്തിയെന്നുള്ള പതിവ് പരിശോധനയ്ക്ക് പ്രകാരമാണ് എത്തിയത്. പക്ഷേ അത് കാലാവസ്ഥ മോശം കൊണ്ടാണ് ശബരിമലയിൽ എത്തിയെന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിശദീകരണം. അത് തൃപ്തികരമല്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് പമ്പ പോലീസും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ശബരിമലയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പമ്പ പോലീസും ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കൃത്യമായ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ചുണ്ടാകണം. എങ്കിൽ മാത്രമേ ഒരു ഈ വീഴ്ച ഉണ്ടായതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന രീതിയിലാണ് ADGP റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അനുശ്രീ, ശരി. ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഡിവൈഎഫ്ഐ നേതാക്കളുടെ മൂന്നാർ റിസോർട്ടിലെ പാട്ട് വൈറലാകുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് തിരുവമ്പാടി, MLA ലിൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവരാണ് സംഘത്തിലുള്ളത്. കോൺഗ്രസ് വയനാട് വീട് നിർമ്മാണം വൈകുന്നതിനെ വിമർശിച്ചാണ് പാട്ട്. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. നാടിനെ പറ്റിച്ചില്ലേ കോൺഗ്രസ്സുകാരെ, കോൺഗ്രസ് നാടിനെ പറ്റിച്ചില്ലേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.